ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിലിങ്ങനെ നന്നായി പഴുത്ത് കളർ വന്ന പഴങ്ങളൊക്കെ വെറുതെ ഇരിക്കാറില്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മൈദപ്പൊടിയിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് മധുരമുള്ള പഞ്ചസാരയാണ്. ഒരു 4-5 ടീസ്പൂണ് പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഈസ്റ്റും ചേർത്ത് പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കേട്ടോ, അധികം ആവരുത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ആ ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ ചേർത്ത് അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് തുള്ളി വെള്ളമാണ്. അധികം വെള്ളമാവാൻ പാടില്ല കേട്ടോ, ഒരു കട്ടിക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ചേർത്ത് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും എല്ലാം ചേർന്ന് നന്നായി നമ്മുടെ പാകത്തിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പഴംപൊരിക്കുള്ള പഴവും ബാറ്ററും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് എത്രയാണോ അത്രയും ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പഴംപൊരിക്കുള്ള ഓരോ പഴം എടുത്തിട്ട് നമ്മൾ ആ ബാറ്ററിൽ നന്നായി മുക്കിയെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ബാറ്റർ ആവുന്ന രീതിയിൽ നന്നായി മുക്കിയെടുത്ത് ഓരോന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം 2 അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഒരു ഭാഗം വെന്ത് വരുന്ന വരെ ഒന്ന് വെന്ത് തരും. അപ്പോൾ ആ വെന്ത് വന്നാൽ അപ്പുറം ഭാഗം തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇതാ അവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.